ഇനി കാർഷിക വാർത്തകൾ. Agri News sponsored by Shallow Mattress, Everlasting Comfort and Durability. കാപ്പി കയറ്റുമതിയിൽ വൻ നേട്ടവുമായി ഇന്ത്യ. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്നുള്ള കാപ്പി കയറ്റുമതി 18,039 കോടി രൂപയായി ഉയർന്നു. കയറ്റുമതി മൂല്യം 27% കൂടി 17,911 കോടി രൂപയായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കയറ്റുമതി അളവിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ട്. മുൻവർഷത്തേക്കാൾ 4% കുറഞ്ഞ് 3.48 ലക്ഷം ടണ്ണായി. ഇറ്റലിയും റഷ്യയും വലിയ തോതിൽ ദക്ഷിണേന്ത്യൻ കാപ്പിയിൽ താൽപര്യം പ്രകടിപ്പിച്ചതാണ് ചരിത്ര നേട്ടത്തിന് കാരണം. റഷ്യയിൽ തൊട്ടുമുൻ വർഷത്തേക്കാൾ 20% കയറ്റുമതി വർദ്ധിച്ച 31,505 ടണ്ണിലെത്തി. നിലവിൽ റഷ്യയിലേക്ക് കാപ്പി വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ജർമ്മനിയെ പിന്നിലാക്കിയാണ് ഇന്ത്യ കുതിച്ചത്. റഷ്യയിലേക്ക് കാപ്പി അയച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കൻ ഉപരോധം മൂലം തുടരാനാവാത്തതാണ് ഇന്ത്യക്ക് നേട്ടമായത്. ബ്രസീലിലുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം കാരണം അവിടെ ഉൽപ്പാദനം കുറഞ്ഞതും ഇന്ത്യക്ക് വലിയ അവസരമായി മാറുകയായിരുന്നു. റഷ്യൻ മണ്ണിൽ ഇന്ത്യൻ കാപ്പി നേട്ടമുണ്ടാക്കിയതോടെ ട്രംപിന്റെ താരിഫ് യുദ്ധത്തിന് കൂടി കടുംവെട്ടായിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ വാങ്ങിയാൽ ഇന്ത്യയെ തകർക്കുമെന്നും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 100% താരിഫ് ചുമത്തുമെന്നും അമേരിക്ക പലവട്ടം ഭീഷണിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്രിസ്തുമസ് പുതുവത്സരാഘോഷം കഴിഞ്ഞിട്ടും സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില കുതിക്കുന്നു. കേരളത്തിൽ കോഴി ഉൽപ്പാദനം കുറഞ്ഞതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരവ് കുറഞ്ഞതുമാണ് വിലക്കയറ്റത്തിന് കാരണമായത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിലാണ് ഇറച്ചിക്കോഴിയുടെ വിലയിൽ വർധനവുണ്ടായത്. 2 ആഴ്ചക്കാലം കൊണ്ട് 30 രൂപയ്ക്ക് മുകളിലാണ് വിപണിയിൽ വില വർദ്ധിച്ചത്. മുൻ വർഷങ്ങളിലെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല സീസണിൽ വിൽപ്പന കുറയുന്നത് മുന്നിൽ കണ്ട് കേരളത്തിലെ കർഷകർ ഇത്തവണ ഉൽപ്പാദനം കുറച്ചു. എന്നാൽ പതിവിന് വിപരീതമായി ശബരിമല സീസണിലെ തണുപ്പുകാലത്ത് കേരളത്തിൽ ഡിമാൻഡ് ഉയർന്നു. ഇതും വില വർദ്ധിക്കാൻ ഇടയാക്കി. ഫാമുകളിൽ നിന്ന് കോഴികളെ വിൽക്കുന്ന കർഷകർക്ക് നിലവിൽ 140 മുതൽ 145 രൂപ വരെയാണ് ലഭിക്കുന്നത്. ചില്ലറ വിൽപ്പനശാലകളിൽ ഇപ്പോൾ 170 രൂപ വരെയുണ്ട്. വരും ദിവസങ്ങളിലും വില കൂടാനാണ് സാധ്യത. ഇറച്ചി കിലോയ്ക്ക് 250 വരെയാണ് വില. സംസ്ഥാനത്ത് ഒരു ദിവസം 24 ലക്ഷം കിലോ കോഴി വേണമെന്നാണ് കണക്ക്. ഇതിന്റെ പകുതി മാത്രമേ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ഫാമുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. കോഴിക്കുഞ്ഞുങ്ങളുടെ മാതൃയിനങ്ങളിൽ അടുത്തിടെ കണ്ടെത്തിയ രോഗബാധ ഉൽപ്പാദനം കുറയാൻ കാരണമായതായി വ്യാപാരികൾ പറയുന്നു. പിന്നീട് ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ രോഗബാധ നിയന്ത്രിക്കാൻ കഴിഞ്ഞെങ്കിലും ഉൽപ്പാദനത്തിൽ ഇടിവ് നേരിട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു. മലയാളികളുടെ അടുക്കളയിലെ പ്രധാനികളായ മുരിങ്ങയ്ക്കായും വെള്ളരിക്കയും പിടിതരാതെ മുന്നേറുകയാണ്. തമിഴ്നാട്ടിലും കർണാടകയിലും കനത്ത മഴ പെയ്തതാണ് പെട്ടെന്നുള്ള വിലക്കയറ്റത്തിന് കാരണമെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. ഭൂരിഭാഗം പച്ചക്കറി ഇനങ്ങൾക്കും 10 രൂപ മുതൽ 40 രൂപ വരെയാണ് വർദ്ധിച്ചത്. പടവലം, സവാള, ഏത്തക്കായ, ഇഞ്ചി, ബീട്രൂട്ട്, മത്തങ്ങ, കൂർക്ക എന്നിവ ഒഴികെ ഭൂരിപക്ഷം പച്ചക്കറി ഇനങ്ങൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. മിക്കതിനും വില 50-ന് മുകളിലേക്കെത്തി. മണ്ഡലകാലമായതിനാൽ പച്ചക്കറിക്ക് ഡിമാൻഡ് ഏറെയാണ്. ഇതും വില വർധനയ്ക്കിടയാക്കി. നിലവിൽ തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് പച്ചക്കറികൾ എത്തുന്നത്. മൊത്തമായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നതോടെ അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മണ്ഡലകാലം ആരംഭിച്ചതോടെ മുരിങ്ങ വില കുതിച്ചുയരുകയാണ്. ഓരോ ദിവസവും പിടിതരാതെയാണ് വില മാറിമറിയുന്നത്. ഇന്നലെ വിപണിയിൽ 280 ആണെങ്കിലും കഴിഞ്ഞയാഴ്ച 700-നടുത്ത് വില വന്നിരുന്നു. ലഭ്യത അനുസരിച്ച് വില ദൈനംദിനം മാറിമറിയുന്നതിനാൽ വ്യാപാരികൾക്കും കൃത്യമായി വിലയിടാനാവുന്നില്ല. കാന്താരി വില 300 രൂപയിലേക്ക് എത്തി. 2 മാസം മുമ്പ് 600 മുതൽ 700 രൂപ നിരക്കിലായിരുന്നു വില. എന്നാൽ നാട്ടിൻപുറങ്ങളിൽ കാന്താരി സുലഭമായതോടെയാണ് വില 300 കുറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. Agri News sponsored by Shallow Mattress, Everlasting Comfort and Durability.